പൈസയും വാങ്ങി കൊടുത്തിട്ടുണ്ട്. രാത്രി 2 മണി വരെ ഞങ്ങൾ വർത്താനം പറഞ്ഞ് അവിടെ ഇരിക്കുകയും ചെയ്തു. ഞാനും അൻസിബയും കൂടെ വർത്താനം പറഞ്ഞിരുന്നു. അത് കഴിഞ്ഞ് 3 മണിയായപ്പോൾ ഞാൻ എൻ്റെ റൂമിൽ പോയി കുളിച്ച് ഫ്രഷായി എൻ്റെ പെട്ടിയൊക്കെ എടുത്ത് പോകുമ്പോൾ താഴെ ഞാൻ വണ്ടി കയറാൻ നേരത്ത് ഒരാളിനെ ഞാൻ കണ്ടു. ബെല്ലടിക്കുന്നു, അൻസിബയെ വിളിക്കുന്നു, അൻസിബ ഫോൺ എടുക്കുന്നില്ല, ബെല്ലടിച്ചിട്ടൊന്നും തുറക്കുന്നില്ല. 4 മണിക്ക് റൂമിൽ ആൾ വന്നിരിക്കുന്നതാണ്, തുറന്നിട്ടില്ല. അപ്പൊ ജനിച്ചു വന്ന കുഞ്ഞിന്റെ നിഷ്കളങ്കതയോടെ അൻസിബ മാഡം വന്നിട്ട് വാതിൽ തുറന്നു. ഇങ്ങനെ നോക്കുമ്പോഴത്തേന് ഈ പുള്ളി കട്ടിലിൽ ഇരിക്കുക, ഈ മനുഷ്യൻ കട്ടിലിൽ ഇരിക്കുന്നു, എഴുന്നേറ്റിരിക്കുന്നു. അപ്പൊ ഇതാരാണെന്ന് ചോദിച്ചു. അയ്യോ, ഇതെന്റെ ബ്രദർ ആണെന്ന് പറഞ്ഞു. ആങ്ങളെ എങ്ങനെയാണ് മുഖം മറച്ചൊരു പെങ്ങളുടെ റൂമിൽ വരുന്നത്? മാത്രമല്ല ഇത്രയും വലിയൊരു പെങ്ങളുടെ കൂടെ ആങ്ങളെ താമസിക്കില്ലല്ലോ. ബ്രദറിന്റെ ആധാർ കാർഡ് തരാൻ പറഞ്ഞു. ആധാർ കാർഡ് ചോദിച്ചപ്പോൾ പറഞ്ഞു അവർ 7 സ്റ്റാർ ഹോട്ടലിൽ വരെ താമസിക്കുന്ന ആൾക്കാരാണ്, ആധാർ കാർഡ് ഒന്നും തരാനായിട്ട് പറ്റത്തില്ല. മിഥിലാജ് എന്ന് പറയുന്ന വ്യക്തിയാണ്, അതും ഈ മിഥിലാജാണ്. ഈ സ്റ്റേഷനിൽ വന്ന അതേ മിഥിലാജ് എന്ന് പറയുന്ന, ഞാൻ പറഞ്ഞുതരാം, മുമ്പ് കോമഡി ഉത്സവം എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അതിന്റെ പ്രോഗ്രാം പ്രൊഡ്യൂസർ ആയിരുന്ന താടി മുടിയൊക്കെ ഉള്ള മിഥിലാജ് എന്ന് പറയുന്ന വ്യക്തിയാണ്. ഇങ്ങനെ ഒരു കാര്യം നടന്നിട്ടില്ല എന്ന് അൻസിബ തെളിയിക്കണം. മിഥിലാജ് അൻസിബയുടെ റൂമിൽ വന്നിട്ടില്ല എന്ന് അൻസിബ തെളിയിക്കണം. അമ്മാതിരി കൂതറത്തരാണ് ഇപ്പോ ലക്ഷ്മി പ്രിയ കാണിച്ചിട്ടുള്ളത്. ഒരു കാര്യവുമില്ലാതെ ഒരു പെൺകുട്ടിയുടെ പേര് ഇങ്ങനെ വലിച്ചിഴക്കണമെങ്കിൽ കുറച്ച് വകതിരിവുള്ള ആളാണെന്നും ചെയ്യില്ല. പിന്നെ സ്ത്രീകളെ അപമാനിച്ചാൽ സ്ത്രീകൾക്കെതിരെ കേസ് ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ടാവും. അങ്ങനെയല്ല, കാര്യങ്ങളുടെ കിടപ്പ് കുറച്ച് വ്യത്യാസമാണെന്നുള്ളതാണ്. മിഥിൽ രാജ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ പേരാണ് ഇപ്പോൾ ഒരു വലിച്ചിഴച്ചത്. അതായത് ജനിച്ച പാടെ ഒരു സ്ത്രീ വാതിൽ തുറന്നു കൊടുത്തു എന്നാണ് പറയുന്നത്. കൊള്ളാം. ഇതൊക്കെ ആളുകൾ വിശ്വസിക്കണം എന്നുണ്ടെങ്കിൽ ആളുകൾ ചാണകം തിന്ന് നടക്കേണ്ടി വരും എന്നുള്ളതാണ്. ചാണകം തിന്നുന്നവർക്ക് ചിലപ്പോൾ, ഗോമൂത്രം കുടിക്കുന്ന ആളുകൾക്ക് ചിലപ്പോൾ ഇതൊക്കെ സത്യസന്ധമായിട്ടുള്ള കാര്യമായിട്ട് തോന്നും. എന്തായാലും മിഥിൽ രാജ് രംഗത്ത് വന്നിട്ടുണ്ട് കേട്ടാ. മിഥിലാജ് അബ്ദുൾ എന്നട്ട പേര്, മിഥിൽ രാജ് അല്ല കേട്ടോ, മിഥിലാജ് അബ്ദുൾ. അദ്ദേഹം ഫേസ്ബുക്കിൽ ഒരു കുറിപ്പ് കുറിച്ചിട്ടുണ്ട്, അത് കാണാം. ഈ പോസ്റ്റ് ഇടുന്നതിന് തൊട്ട് മുമ്പ് മിഥിലാജ് ഫേസ്ബുക്കിൽ ഇട്ട ഒരു പോസ്റ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദരാഞ്ജലികൾ നേരത്തെ പാട്ടില് ആദരാഞ്ജലി നേരത്ത് ആ സാധനം ഇട്ടിട്ട് ഒരു സംഭവം ഇട്ട് വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് കൊടുക്കാൻ പോവാണ് പണി എന്നുള്ളതാണ്. എന്താണ് മിഥിൽ രാജ് പറഞ്ഞത് നമുക്ക് നോക്കാം. മിഥിൽ രാജ് പണ്ടാറം പേരങ്ങോട്ട് മാറുക. 2026 ജനുവരി 30 സമയം 2 PM 3 PM അതിനിടയിൽ തൃപ്പൂണിത്തറ പോലീസ് സ്റ്റേഷനിൽ 3 മണിക്കൂറോളം നീണ്ട മാനസിക പീഡനത്തിനൊടുവിൽ ഭീഷണിപ്പെടുത്തി എഴുതി വാങ്ങിയ ഖേദപ്രകടനത്തിന്റെ പകർപ്പ് പോലും നൽകാതെയാണ് അൻസിബ ഹസനെയും സുഹൃത്ത് മാധ്യമ പ്രവർത്തകനുമായ സുധിയെയും അവർ പറഞ്ഞയച്ചത്. ആ അടിയന്തര സാഹചര്യത്തിലാണ് അവർ എന്നെ ബന്ധപ്പെടുന്നത്. കാര്യത്തിന്റെ ഗൗരവം ബോധ്യപ്പെട്ട ഞാൻ ഉടൻ സ്റ്റേഷനിലെത്തി SI രേഷ്മയെ നേരിൽ കണ്ടു. നിയമവിരുദ്ധമായ ആ ഏകപക്ഷീയ നടപടിക്കെതിരെ ഞാൻ ശക്തമായി പ്രതിഷേധിച്ചു. മാധ്യമങ്ങൾ ഈ വിഷയത്തിൽ ഇടപെടാൻ പോകുന്നുവെന്ന് തിരിച്ചറിഞ്ഞതോടെ നിവർത്തിയില്ലാത്ത അവർ ആ പകർപ്പ് കൈമാറാൻ നിർബന്ധിതരായി. ഓഹോ, അടിപൊളി. നമുക്ക് നേരെ ഉണ്ടാകുന്ന അതിക്രമങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പരാതിപ്പെടാൻ പോയി കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണോ അവസ്ഥ? അതൊന്നും കൂടാതെ ഒരു നോട്ടീസ് പോലും അയക്കാതെ അവിടെ 3-4 മണിക്കൂർ പിടിച്ചു വെച്ചു എന്നുള്ള കഥ കേൾക്കുമ്പോൾ തന്നെ ഒരു സെലിബ്രിറ്റിക്ക് ഇതാണ് അവസ്ഥയെങ്കിൽ സാധാരണക്കാരുടെ അവസ്ഥയെക്കുറിച്ച് ചിന്തിക്കേണ്ടതായിട്ടില്ലല്ലോ. ഈ നീതി നിഷേധത്തിന് വേദി ഒരുക്കിയ ആ മഹതി അവിടെ തന്നെ തറവാട്ട് സ്വത്ത് എന്ന പോലെ വിലസി നടപ്പുണ്ടായിരുന്നു. എന്നെ കണ്ടപ്പോൾ ഒരു വല്ലാത്ത നോട്ടം, പിന്നാലെ സ്റ്റേഷനിലെ ഓരോരുത്തരെയും കെട്ടിപ്പിടിച്ച് വിട പറഞ്ഞ് മടങ്ങുന്ന ആ കാഴ്ച. ഇന്ന് കോടതിയിൽ അൻസിബ ഉയർത്തിക്കാട്ടുന്ന ആ നിർണായക തെളിവ് അന്ന് ഞാനും സുഹൃത്തും പോരാടി വാങ്ങിയതാണ്. ആ തെളിവിനെതിരെ തിരക്കഥാകൃത്തായ ആ മഹതി മെനഞ്ഞെടുത്ത തട്ടിപ്പ് കഥയാണ് ഇന്ന് പുറത്തു വന്നത്. ഇവർ 2 പേരും കൂടെ റൂമിൽ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിരുന്നു. എനിക്ക് തോന്നിയതാണ് അപ്പൊ തന്നെ മാതിരി ഊളത്തരങ്ങളൊക്കെ ചാണകങ്ങൾക്ക് അടിച്ചിറക്കാൻ കഴിയും എന്നുള്ളത്. അതുകൊണ്ട് ചെയ്തതാണ്. കാര്യം നേടാൻ എന്തും ചെയ്യുന്ന ഒരവസ്ഥ. കൊള്ളാം. ഈ മഹതിയെ കഴിഞ്ഞ 10 വർഷങ്ങൾക്കിടയിൽ ഞാൻ നേരിട്ട് കണ്ടത് തൃപ്പൂണിത്തറ വനിതാ സെല്ലിൽ വെച്ച് മാത്രമാണ്. ഇതിന് വിപരീതമായി ആ കാലയളവിൽ എന്നെ എവിടെയെങ്കിലും വെച്ച് കണ്ടതായി തെളിയിക്കാൻ ഞാൻ ആ വ്യക്തിയെ പരസ്യമായി വെല്ലുവിളിക്കുന്നു. നുണകൾ മെനയാനുള്ള ഇവരുടെ അസാമാന്യ കഴിവിനെ ശരിക്കും സമ്മതിക്കണം. ശരിയാണ്, തിരക്കഥ എഴുതി കൊടുക്കാന്ന് പറഞ്ഞിട്ട് 10-20 ലക്ഷം രൂപ കട്ട ആളല്ലേ, മോഷ്ടിച്ച ആളല്ലേ. അമ്മയിലെ ജനറൽ ബോഡിയിലെ തോൽവിക്ക് പകരം വീട്ടാൻ ബോംബെക്കാരി ചേച്ചിയുടെ നോർത്ത് ഇന്ത്യൻ ഐഡിയ പരീക്ഷിച്ചതാണെന്ന് മനസ്സിലായി. പിക്ചർ അഭി ബാക്കി ഹെ മേരാ ദോസ്ത്. കൊടുക്കണം, നല്ല 8ന്റെ പണി കൊടുക്കണം. എനിക്കെതിരെ നടത്തിയ ഈ വ്യക്തി ഹത്യയ്ക്കും അസത്യ പ്രചാരണങ്ങൾക്കുമെതിരെ നിയമപരമായ നടപടികൾ ഞാൻ ഇതിനകം ആരംഭിച്ചു കഴിഞ്ഞു. പണവും സ്വാധീനവും നൽകി മാത്രം സൗഹൃദങ്ങൾ കെട്ടിപ്പടുത്ത് ശീലമുള്ള ആ മഹതിയോട് ഒന്ന് മാത്രമേ പറയാനുള്ളൂ. അൻസിബയുടെ പോരാട്ടത്തിൽ ഞാനും എൻ്റെ സുഹൃത്തുക്കളും അവസാന ശ്വാസം വരെ കൂടെയുണ്ടാകും. അത് ഏത് അറ്റം വരെ പോകേണ്ടി വന്നാലും. ഇതേ സാധനം തന്നെയാണ് ഞങ്ങൾക്കും പറയാനുള്ളത്. ജസ്റ്റിസ് ഫോർ അൻസിബ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ലക്ഷ്മിപ്രിയ എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന കുറെ എണ്ണം കമന്റ് ബോക്സിൽ കിടന്നിട്ട് വിരകുന്നത് കാണുന്നുണ്ട്. കൊള്ളാം. ഇപ്പൊ ഈ ഒരു സമയത്ത് വീഡിയോ ചെയ്യാൻ കഴിയുന്ന ഒരു സാഹചര്യം ഒന്നുമില്ല. എന്നിട്ടും ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പ്രതികരിക്കാൻ ആളുകൾ കുറവായി എന്ന് തോന്നിക്കഴിഞ്ഞാൽ
നെഞ്ചത്ത് കയറാൻ ഒരുപാട് ആളുകളുണ്ടാവും. ഹൻസിബ എന്ന് പറയുന്ന ആ വ്യക്തിക്ക് നമ്മൊരു ഫലം കൊടുക്കുക, നല്ല സപ്പോർട്ട് കൊടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി മാത്രമാണ് നമ്മളൊക്കെ വീഡിയോ ചെയ്തിട്ടുള്ളത്. നമുക്കെതിരെയൊക്കെ പരാതിയുമായിട്ട് ലക്ഷ്മിപ്രിയ അവിടെ പോയിട്ടുണ്ട്. പോലീസ് സ്റ്റേഷനിൽ നിന്ന് ആരെയെങ്കിലും ഈ വീഡിയോ ചെയ്തതിൻ്റെ ഭാഗമായിട്ട് വിളിക്കുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും പറയേണ്ട കാര്യങ്ങൾ നമുക്ക് നോട്ടീസ് തരാൻ പറയുക. നോട്ടീസ് തരട്ടെ, നമുക്ക് കോടതിയിൽ പോയിട്ട് കാണാം. അതല്ലേ അതിൻ്റെതായ ഒരു ശരി. അപ്പോൾ കൂടുതലായിട്ടൊന്നും പറയാനില്ല. ലക്ഷ്മിപ്രിയയുടെ ഈ പൊറോട്ട് നാടകം ഇഷ്ടപ്പെടുന്ന ആളുകൾ ഉണ്ടാവാം, പക്ഷേ ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഒരു പെൺകുട്ടിയെ, കല്യാണം പോലും കഴിയാത്തൊരു പെൺകുട്ടിയെ സമൂഹ മാധ്യമങ്ങളുടെ മുന്നിൽ, നാട്ടുകാരുടെ മുന്നിൽ വെച്ച് അപമാനിപ്പിക്കുന്നത് അത്ര ശരിയുള്ള കാര്യമൊന്നുമില്ല. കല്യാണം കഴിഞ്ഞിട്ടില്ല, അതേപോലെ വീട്ടിലാകെ സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ ഉള്ള ആളുകളാണ്. പതുക്കെ പതുക്കെ സിനിമയിൽ ഉയർന്നു വരാൻ ശ്രമിക്കുന്ന സമയത്ത് പിന്നിൽ നിന്ന് കുത്തുന്ന ആ ഊളത്തരങ്ങളൊക്കെ അവസാനിപ്പിക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പോലീസ് സ്റ്റേഷനിൽ പോയിട്ടോ കോടതിയിൽ പോയിട്ടോ എവിടെയെങ്കിലും പോയി കൊടുത്താൽ പോരെ. ഇങ്ങനെ ഇന്റർവ്യൂ ഒക്കെ കൊടുത്ത് നാണം കെടുത്താനും മാത്രം എന്താ ഉണ്ടായിട്ടുള്ളത്? പിന്നെ അൻസിബ എന്ത് ഫോട്ടോയാണ് നിങ്ങൾക്ക് അയച്ചതെന്ന് ഞങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട്. അതിപ്പോൾ പറയുന്നില്ല, കുറെ ആൾക്കാർക്ക് കാര്യങ്ങൾ കത്തിയിട്ടുണ്ടാവും. ഭർത്താവ് അങ്ങനെ ഭാര്യയെ തല്ലണമെങ്കിൽ എന്ത് ഫോട്ടോയാണ് അയച്ചു കൊടുത്തിട്ടുണ്ടാവുക? എന്തായാലും അൻസിബയെ ഇങ്ങനെ വേട്ടയാടുന്നത് അവസാനിപ്പിക്കുകയാണ് ലക്ഷ്മിപ്രിയക്ക് നല്ലത്. കാരണം ഒരാളും ലക്ഷ്മിപ്രിയയെ സപ്പോർട്ട് ചെയ്യാനില്ല. അഡ്വക്കേറ്റ് കൃഷ്ണരാജ്, പിന്നെ ആരാണ് വേറൊരു മനുഷ്യാവകാശ പ്രവർത്തകയൊക്കെ നിങ്ങളെ പിന്നിലുണ്ടല്ലോ. വെറുതെ മണ്ടത്തരത്തിന് നിൽക്കരുത്. അവരാരാണ് എന്താണെന്നൊക്കെ വ്യക്തമായ ധാരണ ഞങ്ങളുടെ എല്ലാവരുടെയും കയ്യിലുണ്ട്, വിത്ത് എവിഡൻസ് ഉണ്ട്. അപ്പോൾ കുറേ ആളുകളുടെ വാക്കും കേട്ടിട്ട് കുറേ മണ്ടത്തരം ചെയ്യുമ്പോൾ തിരിച്ച് പണി കിട്ടും. ഇത് ഇന്ത്യ എന്ന മഹാരാജ്യമാണെന്ന ബോധം വേണം. ജിഹാദികളുടെ കൂട്ട്, വർഗീയവാദികളുടെ കൂട്ട്, തീവ്രവാദി എന്ന് വിളിക്കുന്ന ആളുകളൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഇതൊക്കെ ഊളത്തരാണ്. ലക്ഷ്മിപ്രിയെ ഇതൊക്കെ മനസ്സിലാക്കിയോട്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. ആ പെൺകുട്ടിയോട് നിങ്ങൾക്ക് എന്തെങ്കിലും വൈരാഗ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നേരിട്ട് പറഞ്ഞു തീർക്ക്, അല്ലെങ്കിൽ നേരെ പോയിട്ട് കോടതിയിൽ പോയിട്ട് തീരുമാനം ഉണ്ടാക്കുക. അതിനിടയിൽ മറ്റൊരു കോമഡി നടന്നു വെച്ചാൽ, പിഷാരടി എന്ന് പറയുന്ന ആ വ്യക്തി ഉണ്ടല്ലോ, ഈ വിഷയങ്ങൾ, അതായത് ടിനി ടോമായുള്ള വിഷയങ്ങൾ കോടതിക്ക് പുറത്ത് ഒരു മാപ്പ് പറഞ്ഞാൽ തീർക്കാൻ പറ്റുമോ എന്ന് നോക്കിക്കൊണ്ട് അവളെ സമീപിച്ചു എന്നുള്ളതാണ്. പക്ഷേ എന്ത് ചെയ്യാനാ, നിർഭാഗ്യവശാൽ അത് മൂഞ്ചി എന്നുള്ളതാണ്. കോടതിയിൽ നടക്കുന്ന ഒരു കേസ് പുറത്തുനിന്ന് തീരുമാനമാക്കാനല്ലല്ലോ പിഷാരടി സാറേ നിങ്ങൾ അവിടെ കൊണ്ടുപോയി ഇരുത്തിയിട്ടുള്ളത്. നിങ്ങൾ അമ്മ ഏജൻസിയുടെ ഇപ്പോഴത്തെ സെക്രട്ടറിയോ പ്രസിഡന്റോ അങ്ങനെ എന്തോ ആണ്. നിങ്ങൾ നിങ്ങളുടെ കർത്തവ്യങ്ങൾ ചെയ്യുന്നത് നല്ല കാര്യം തന്നെയാണ്. പക്ഷേ ഇതിനകത്തേക്ക് ഒരു മാപ്പിലൊതുക്കാമെന്നുള്ള ആ ഒരു വ്യാമോഹമൊക്കെ വളരെ മോശമല്ലേ? എന്തായാലും ജനങ്ങൾ ഏറ്റെടുത്ത് കഴിഞ്ഞു. അൻസിബയുടെ കൂടെ തന്നെയാണ് എല്ലാവരും നിൽക്കുന്നത്. ലക്ഷ്മിപ്രിയയെ ഒരാളും സപ്പോർട്ട് ചെയ്യുന്നില്ല. ടിനി ടോമിന്റെ ആ വാക്കിനെ ആരും സപ്പോർട്ട് ചെയ്യുന്നില്ല. ഇനിയും കൂടുതൽ ആ പെൺകുട്ടിയെ ദ്രോഹിച്ചുകൊണ്ടിരിക്കരുത്. ഇവിടെയുള്ള ഒരു വ്ളോഗർ പോലും, ഒരു മനുഷ്യന്മാർ പോലും ലക്ഷ്മിപ്രിയയെ സപ്പോർട്ട് ചെയ്യുന്നത് ഞാൻ കാണുന്നില്ല. ജനം ടി വിയിലൊക്കെ എന്തെങ്കിലും പറയുന്നുണ്ടെന്ന് എനിക്കറിയില്ല. എന്തായാലും കൊള്ളാം. ഇങ്ങനെയുള്ള ഓരോ ഉടായ്പകളായിട്ട് ഇനിയും അവർ പുറത്തു വരും. എങ്ങനെയെങ്കിലും ആ പെൺകുട്ടിയുടെ ലൈഫ് തകർക്കണം എന്ന് വിചാരിച്ചുകൊണ്ട് അതൊന്നും നടക്കാൻ പോകുന്നില്ല എൻ്റെ പൊന്നു ലക്ഷ്മിപ്രിയ മോളെ. അപ്പോൾ വീണ്ടും വരെ പുതിയ വാർത്താവിശേഷങ്ങളുമായി സന്ദീപ് സൈനിങ് ഓഫ്.